അപ്പോൾ ഇന്നൊരു ലഞ്ച് റെസിപ്പി ആയാലോ. ഇതാണ് നാസിലാമ ബേസ്റ്റ് കോംബോ ചിക്കൻ സാമ്പാറുമാണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യല്. നമുക്ക് നാസിലാമ എന്ന് പറയാം. പേര് കേട്ട് കേട്ടടാ നമ്മൾ നെയ്ച്ചോറ് തേങ്ങാപ്പാലിൽ വെക്കണം കേട്ടത്. ചിക്കൻ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടാ. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ജാറിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കുക. അതിലേക്ക് നമ്മൾ പച്ചമുളകില്ലേ അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് ആ ഫ്ലെയിം ഓഫാക്കി 5 മിനിറ്റ് അടച്ച് വെച്ച് എടുത്ത മുളകാണ് ഇട്ടത്. അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ നല്ല മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈൻ്റെ മസാല തന്നെ കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പിന്നെ പ്രത്യേകം കാണിക്കാത്തത്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടെടുക്കുക. നമ്മൾ ചിക്കൻ ഒരു 80% കുക്കായാലും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി വേവിക്കാനുള്ള പാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുക. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി വന്നാലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല അല്ലേ അതും കൂടി ചേർത്തെടുക്കുക. ഈ ഇലല്ലേ ഇതാണ് ഇതിന് മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുക. ഞങ്ങളിവിടെ നെയ്ച്ചോറിൻ്റെ ഇല എന്നാണ് പറയല്. പുട്ടുക്കും ചിക്കൻ കറിക്കും നെയ്ച്ചോർക്കും എല്ലാത്തിനും ഈ ഇല ഇടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞെടുത്താൽ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്രേവി ഒന്ന് കുക്കായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ കേട്ടോ. നമ്മൾ ചിക്കനും സാമ്പാർ ഗ്രേവിയും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ടൊരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്ന് ചൂടായി മതി. ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് നാസിലാമ റൈസ് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ആഡ് ചെയ്ത് വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ ചോറിൻ്റെ എല്ലാം ചേർത്ത് അരി ഒന്ന് വറുത്തെടുക്കുക. അതിനോട് നെയ്ച്ചോറിൻ്റെ ജീരകശാല റൈസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി റൈസിലേക്കുള്ള തേങ്ങാപ്പാൽ ഇത് 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. 1-ാം പാലും 2-ാം പാലും കൂടി ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ഇത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്നത്. ഇതിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്തോളിട്ട്. കാരണം തേങ്ങാപ്പാലാകുമ്പോൾ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ അതിനനുസരിച്ചാട്ടോ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് മിക്സാക്കി പിന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ റൈസെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മലേഷ്യൻ സ്പെഷ്യൽ ലഞ്ചായിട്ടുള്ള നാസിലാമയും ചിക്കൻ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ നാസിലാമക്ക് അല്ലെങ്കിൽ നാസിലാമ ചിക്കൻ സാമ്പാർ ട്രൈ ചെയ്യില്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.